ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്ന് ചിക്കൻ സ്റ്റൂവിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞങ്ങൾ തൃശ്ശൂരുകാർക്ക് ക്രിസ്ത്യൻസിൻ്റെ ഇടയിൽ എന്ത് വിശേഷങ്ങൾക്കും ഒഴിവാക്കാൻ പറ്റാത്തൊരു വിഭവമാണ് അപ്പം സ്റ്റൂ അല്ലെങ്കിൽ ബ്രെഡും സ്റ്റൂ. അത് ചിക്കൻ സ്റ്റൂ ആയിക്കോട്ടെ, അല്ലെങ്കിൽ മട്ടനോ ബീഫോ വെജിറ്റബിൾ സ്റ്റൂവോ എന്തായാലും ഉണ്ടായിരിക്കും എന്ത് വിശേഷങ്ങൾക്കും. അപ്പോൾ നമുക്ക് ഇന്ന് ഞാൻ ചിക്കൻ സ്റ്റൂ ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോയിലേക്ക് പോവാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ. ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് ഉരുളക്കിഴങ്ങും ക്യാരറ്റും ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് പച്ചമുളക് അരിഞ്ഞതും സവാളയും ചേർത്ത് കൊടുക്കാം. ഇതിൽ വേറെ മുളക് എരിവിനായിട്ട് നമ്മൾ വേറെ ഒന്നും ചേർക്കില്ല. കാന്താരി മുളകും ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത് പച്ചമുളകും കുരുമുളകാണ് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കണം. പട്ടയും ഏലക്കായും ഗ്രാമ്പും ഒരു ബേ ലീഫിൻ്റെ ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ചിക്കൻ സ്റ്റൂ വയ്ക്കുന്നതുകൊണ്ട് ചിക്കൻ എല്ലോട് കൂടിയ പീസ് ആണ് ഇട്ട് കൊടുക്കേണ്ടത്. അതും ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും വെള്ളം ചേർത്ത് ഇത് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഇത് വെന്ത് വരുമ്പോൾ തവി വെച്ചിട്ട് ഒന്ന് ആ ഉരുളക്കിഴങ്ങ് ഒന്ന് ഉടച്ചെടുക്കണം. ഒരുപാട് പേസ്റ്റ് പോലെ ഒന്നും ആക്കി എടുക്കണ്ട. തവി വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്തൊന്ന് കുറച്ചൊന്ന് അതൊന്ന് ഉടച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ഞാൻ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിന് ആവശ്യത്തിന് കുരുമുളകും പച്ചമുളകും നിങ്ങളുടെ ഇഷ്ടത്തിന് കൂട്ടിയും കുറച്ചൊക്കെ ഇട്ട് കൊടുക്കുക. ഒരുപാട് എരിവുള്ളൊരു വിഭവമല്ല അത്. കുരുമുളക് പൊടി ചേർത്തതിന് ശേഷം നാളികേരത്തിൻ്റെ ഒന്നാം പാല് മാറ്റി വെച്ചതിന് ശേഷം രണ്ടാം പാലും മൂന്നാം പാലും കൂടിയിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. തേങ്ങാപ്പാൽ ഒഴിച്ച് ഒന്ന് കുറുതായി വരണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. തേങ്ങാപ്പാലൊക്കെ ഒന്ന് കുറുതായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നാളികേരത്തിൻ്റെ മാറ്റി വെച്ചിട്ടുള്ള ഒന്നാമത്തെ പാല് നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. നല്ല കട്ടിയുള്ള ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം നന്നായി മിക്സ് ചെയ്ത് ഒന്ന് തള വരുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് നമുക്ക് താളിച്ചെടുക്കണം. നല്ല കുറുകുറുന്നായിരിക്കരുത്, ഒരുപാട് വെള്ളം പോലെയൊന്നും ആയി പോകരുത്, അതൊന്ന് ശ്രദ്ധിക്കണം. ഇനി ഉള്ളിയും അരിഞ്ഞ് നമുക്ക് കറിവേപ്പിലയും നെയ്യിലാണ് ഞാൻ അത് മൂപ്പിച്ചൊഴിക്കുന്നത്. ഇപ്പോൾ നെയ്യ് വേണ്ടാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ ചെയ്യാം. ഇനി ഇതിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇടണവരുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇതിലതൊന്നും ചെയ്യണില്ല. നെയ്യിൽ ചുവന്നുള്ളിയും കറിവേപ്പിലയും മൂപ്പിച്ച് അതിലേക്ക് ഒഴിക്കുകയാണ്. ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അത് നമ്മുടെ ചിക്കൻ സ്റ്റൂവിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കുക. നല്ല അടിപൊളി ടേസ്റ്റുള്ള ചിക്കൻ സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്തോളൂ കേട്ടോ. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. സബ്സ്ക്രൈബ് ചെയ്ത ചാനൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ.